ചേച്ചി ചേച്ചി എന്തടി ചേട്ടനെ അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റത്തിന്. എന്റെ കുഞ്ഞ് ഞങ്ങളെ വിട്ടേച്ചു പോയപ്പ ഗൾഫിലേക്ക് പോകാൻ അയ്യോ എന്റെ മോനെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഫോണുണ്ട്, പിന്നെ വിളിക്കാൻ പറയടോ. സർ, താൻ എവിടെ പോയി കിടക്കായിരുന്നോ? ഞാൻ ആ മർഡർ കേസിൽ പിടിച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. ASP ഇവിടെ ഇല്ല സർ. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട്. വേണ്ട, ഈ കേസ് താൻ ഇനി അന്വേഷിക്കണ്ട. ASPയോട് പറഞ്ഞേക്ക്. താൻ ഇങ്ങോട്ട് വാ. സർ, റാസ്കൽ കാഴുവാരുടെ മോൻ. എന്താണ് സർ? ആ നമ്പ്യാരെന്നെ വിളിച്ചതാ ചേറ്റ. പാളയ സ്റ്റേഷൻ എന്റെ കീഴിൽ വെറും PC ആയിരുന്നവനാ നാറി. CMന്റെ കുണ്ടി വാങ്ങി അവനിപ്പ PI. ASPയുടെ പോസ്റ്റും. കഷ്ടപ്പെട്ട് നമ്മള് കേസ് അന്വേഷിക്കുക, പ്രതികളെ പിടിച്ചോണ്ട് വരിക, എന്നിട്ടിപ്പൊ പറയുന്നൊന്നും വേണ്ടെന്ന്. ബാക്കി പറയാൻ എന്നെ അങ്ങോട്ട് വിളിച്ചേക്കുവാ. ASP ഒന്നാ പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് കെട്ടിയെടുത്തന്നു. ശരി സാർ. എന്താ സാർ, എനിക്കൊരു പരാതിയാണെങ്കിൽ എവിടെ കൊടുത്തേക്ക്. ഓ, എന്താ സാർ? ഇന്നലെ നടന്ന കൊലപാതകത്തിന്റെ അതിന്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. സാറിന് എന്നെ മനസ്സിലായില്ലേ? കുഞ്ഞിക്കുട്ടൻ. അതെ സാർ, ചെമ്മങ്ങാട് UP സ്കൂളിൽ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. വരൂ സാർ, നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. സാർ ഈ കാണിക്കുന്ന ഒരു സാഹസമാണ്. സ്വന്തം മകനെതിരായിട്ട് തന്നെ. ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു. കള്ളക്കടത്ത്, പെൺവാണിഭം, കള്ളനോട്ടടി. ഇതിലെ കുറ്റക്കാരെ പോലീസുകാർക്ക് അറിയാഞ്ഞിട്ടല്ല. പ്രതികൾ ഭരണകക്ഷിയിൽപ്പെട്ട ആളാണെങ്കിൽ കേസെടുത്തവൻ പെടും, അവന്റെ തൊപ്പി പോവും. ഇല്ലെങ്കിൽ ട്രാൻസ്ഫറോ സസ്പെൻഷനോ ഉറപ്പ്. ഈ കൊലക്കേസ് തന്നെ തുടർന്ന് അന്വേഷിക്കേണ്ട മോളിൽ നിന്നുള്ള ഉത്തരവ്. അതിനെതിരായിട്ട് ഇവിടെ ആരും പ്രവർത്തിക്കില്ല. അതിനിടയിൽ ഈ സാക്ഷിമൊഴിക്ക് എന്താവില്ല? സ്വന്തം മകനായ ശിവദാസനെ സാർ അംഗീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആദരപൂർവ്വം നോക്കിക്കാണുന്ന ആയിരങ്ങളുണ്ട് ഇവിടെ. എന്തെങ്കിലും കാരണമില്ലാതെ സഖാവ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രവർത്തനത്തിലില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഞാനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ. സ്റ്റാലിൻ ശിവദാസനെ ആദരിക്കുന്നവൻ. അതുകൊണ്ട് ഞാനിത് കൊടുക്കില്ല.